സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. BHIC 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ ചാപ്റ്റർ 5 ആണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. യൂണിറ്റ് 5 നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഡൽഹി സുൽത്താനുമായിട്ടുള്ള ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഡെക്കാൻ കിങ്ഡം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം വൈകിപ്പിക്കേണ്ട, പതിവ് പോലെ നിങ്ങൾ എല്ലാവരെയും ക്ലാസ്സിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്കിന്ന് പഠിക്കാനായിട്ട് മെയിൻ ആയിട്ട് 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. എന്താണ് ഡൽഹി കിങ്ഡം അല്ലെങ്കിൽ ഡെക്കാൻ കിങ്ഡം, അതുപോലെ അതിന്റെ ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ രാജവംശങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എക്കോണമി, പിന്നെ അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ, എക്കോണമിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്നും പറയുന്നത് പോലെ തന്നെയാണ്, വളരെ ടഫാണ്, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു മൈൻഡ് നിങ്ങൾ മാറ്റിവെക്കുക. ഹിസ്റ്ററിനെ ആ ഒരു രീതിയിൽ തന്നെ സമീപിച്ച് നോക്കണം. അല്ല, എനിക്ക് ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്, ഭയങ്കര വൈഡായിട്ടുള്ള പാഠമാണ്, ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോഴേ പേടിയാണ് എന്നൊക്കെ പറയുന്ന ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ഈ തരുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 5 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോവുക. സുഖമായിട്ട് ഈ പേപ്പറിൽ നിന്നുള്ള ആ ഒരു സ്കോർ നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ഇനി വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് ഡെക്കാൻ കിങ്ഡം? ഡെക്കാൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഒരു രാജവംശമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഡെക്കാൻ കിങ്ഡത്തില് വടക്കെന്ന് പറയുന്നത് എന്താണ്? നർമ്മദാ നദിയാണ്. തെക്കെന്ന് പറയുന്നത് മഹാനദി. അപ്പം മഹാനദിയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നർമ്മദാ നദിയും അതുമായിട്ടുള്ള ഒരു കണക്ഷനിലുള്ള ഒരു കിങ്ഡത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഡെക്കാൻ കിങ്ഡം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് നീലഗിരി കുന്നുകളും അതുപോലെ തന്നെ പെന്നാർ നദിയും. അപ്പൊ നോക്കിക്കോ, 2 റിവർ, ഒരുപാട് റിവർ നമുക്ക് ഇവിടെ പഠിക്കാണ്ട്. മെയിൻ ആയിട്ടുള്ള നോക്കിക്കേ, നീലഗിരി കുന്നുകളും പെന്നാർ നദിയും അതിർത്തിയായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇരുവശത്തും നീണ്ട തീരപ്രദേശങ്ങളുണ്ട്. ഇരുവശത്തും എന്തുണ്ട്? നീണ്ട തീരപ്രദേശം എന്താണ്? കോസ്റ്റൽ റേഞ്ച് അല്ലെ, കോസ്റ്റൽ റേഞ്ച് ആയിട്ടുള്ള കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. പിന്നെ ഡെക്കാന്റെ ഉപമേഖലയായ കൊങ്കൺ എന്നറിയപ്പെടുന്ന സഹ്യാദ്രി പർവ്വത നിരക്കും അതുപോലെ തന്നെ അതിനൊക്കെ ഇടയിലുള്ള ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സഹ്യാദ്രി പർവ്വത നിര, മൗണ്ടെയിൻസ് ആണ്. ആ സഹ്യാദ്രി പർവ്വത നിരക്കും അതുപോലെ തന്നെ അതിന്റെ ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അവിടെ ഇടതൂർന്ന മണ്ണുണ്ട്, പക്ഷെ എന്തില്ല? വേണ്ടത്ര ഫലപുഷ്ടമല്ല. ഇടതൂർന്ന മണ്ണുണ്ട്, പക്ഷെ എന്തില്ല? ഫലപുഷ്ടമായ ഒരു മണ്ണല്ല. ഇടതൂർന്ന എന്തുണ്ട്? മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഫലപുഷ്ടത വളരെ കുറവാണ്. ധാരാളം കോട്ടകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോട്ടകൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം? ഇൻവേഷൻസ്, ആഭ്യന്തര കലാപങ്ങളും ആഭ്യന്തരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്തമായ തുറമുഖങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഏത് കിങ്ഡത്തെ കുറിച്ചിട്ടാണ്? ഡെക്കാൻ കിങ്ഡത്തെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ധാരാളം എന്തുണ്ട്? പ്രശസ്തമായ തുറമുഖങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കാനുള്ള ആ ഒരു കോട്ടകളും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഡെക്കാൻ കിങ്ഡമിൽ ഉണ്ട്. ഓക്കെ. പിന്നെ അജന്ത പർവ്വത നിരകൾ മുതൽ അതുപോലെ നീലഗിരി കുന്നുകള്, അങ്ങനെയുള്ള പാലാഗ് വരെയുള്ള മധ്യ ഡെക്കാൻ പ്രദേശം, അപ്പൊ മിഡിൽ ഡെക്കാൻ കിങ്ഡം ഏതൊക്കെയാണ്? അജന്ത പർവ്വത നിരകൾ. ഇത് എക്സാമിന് ചോദിക്കും. അജന്ത പർവ്വത നിരകൾ മുതൽ നീലഗിരി കുന്നുകൾ വരെയുള്ള, അജന്ത പർവ്വത നിരകൾ മുതൽ നീലഗിരി കുന്നുകൾ വരെ പാലാഗ് വരെയുള്ള ആ ഒരു പ്രദേശത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഡെക്കാൻ പ്രദേശം എന്ന് വിളിക്കുന്നത്. പരുത്തി കൃഷിക്ക് അല്ലെ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലേസ് ആണ്. പരുത്തി കൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് വസ്തുവാണ് പരുത്തി എന്ന് പറയുന്നത്, കോട്ടൺ അല്ലെ. പരുത്തി കൃഷിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണുമാണ്, അല്ലെങ്കിൽ കറുത്ത മണ്ണെന്ന് പറയും, റിഗർ മണ്ണെന്നും ചെർണോസോ എന്ന് അറിയപ്പെടുന്ന ഈ മണ്ണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ഡെക്കാൻ പീഠഭൂമിയിലാണ്. മഹാരാഷ്ട്രയിലെ ഹണ്ടേഷ് ആൻഡാൽ പ്രദേശങ്ങൾ ഫലപുഷ്ടയ്ക്ക് പേര് കേട്ടു. അപ്പൊ മഹാരാഷ്ട്രയിലെ ഹണ്ടേഷ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അത് പേര് കേട്ടതായിരുന്നു. കൃഷ്ണയ്ക്കും ഗോദാവരിക്കും ഇടയിൽ പരന്ന സമതലമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ കൃഷ്ണയ്ക്കും ഗോദാവരിക്കും ഇടയിൽ പരന്ന സമതലമായി സ്ഥിതി ചെയ്യുന്നു. ഇത് സമ്പന്നമായ പരുത്തി മണ്ണെന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? സമ്പന്നമായ പരുത്തി മണ്ണെന്നറിയപ്പെടുന്നു. തെലങ്കാന മേഖലയിലെ മണ്ണ് മണലാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു എന്താണ്, ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നോക്കുക, കൃഷ്ണയ്ക്കും ഗോദാവരിക്കും ഇടയിലുള്ള പരന്ന സമതലം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? സമ്പന്നമായ പരുത്തി മണ്ണെന്നറിയപ്പെടുന്നു. ഈർപ്പം നിലനിർത്താനും
എന്താണ് നദികൾ വറ്റാത്തവയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ നദികൾ എങ്ങനെയാണ്? വറ്റാത്തവയാണ്, ഈർപ്പം നിലനിർത്തുന്നുണ്ട്. ഓക്കെ, തൽഫലമായി ജലസേചനം പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? ധാരാളം ജലസേചനങ്ങൾ പ്രധാനമാണ്. കൃഷ്ണ താഴ്വരയിൽ എന്തുണ്ട്? ഗോൾക്കൊണ്ട ഖനികൾ കാണും. നമുക്കറിയാം മൈനിങ് അല്ലെ, മൈനിങ്ങിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? കൃഷ്ണ താഴ്വര എന്ന് പറയുന്നത്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയിൽ എന്തുണ്ട്? ധാരാളം മിനറൽസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം മിനറൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ചെമ്പ്, ലെഡ്, സിങ്ക്, മാഗ്നീസ്, ഇരുമ്പ്, ഇങ്ങനെയുള്ള ധാരാളം മിനറൽസ് ഇവിടെ എന്തുണ്ട്? നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെക്കാൻ കിങ്ഡത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4 ഡൈനാസ്റ്റീസ് ആണ്. 4 ഡൈനാസ്റ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? 4 രാജവംശങ്ങളാണ്. 4 രാജവംശങ്ങളാണ്. ഏതൊക്കെയാണ് 4 രാജവംശങ്ങൾ നോക്കാം. യാദവർ, പിന്നെ എന്താണ്? കാക്കതീയർ, പിന്നെന്താണ്? പാണ്ഡ്യന്മാർ, പിന്നെ ഹൊയ്സാലർ. അപ്പൊ നോക്കിയോ, ഡെക്കാൻ പീഠഭൂമിയിലെ 4 ഡെക്കാൻ കിങ്ഡത്തിലെ 4 രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? യാദവർ, കാക്കതീയർ, പിന്നെന്താണ്? നമ്മുടെ പാണ്ഡ്യന്മാർ, ഹൊയ്സാലകൾ. നമുക്ക് ആദ്യം യാദവാസ് ആരാണെന്ന് നോക്കാം. യാദവാസ് എന്ന് പറയുന്നത് 9th സെഞ്ചുറിയിൽ വന്ന ഒരു രാജവംശമായിരുന്നു. ഏത് സെഞ്ചുറിയിലാണ്? 9ാം നൂറ്റാണ്ടിൽ വന്ന രാജവംശത്തെയാണ് എന്ത് വിളിക്കുന്നത്? യാദവ രാജവംശം എന്ന് വിളിക്കുന്നത്. 3000 വർഷങ്ങൾ വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രകൂടരുടെയും ചാലൂക്യരുടെയും സാമന്തരായിട്ട് ഭരിച്ചു. അപ്പം ഒരു 3000 വർഷങ്ങൾ വരെ, അല്ലെങ്കിൽ ഒരു 3000 വർഷം വരെ ഇവിടെ എന്ത് ചെയ്യുന്നവർ ഭരിച്ചിട്ടുണ്ട്. പിന്നീടുള്ളവരുടെ പതനത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് ഉയർന്നു വന്നു. ഈ യാദവർ എന്തായാലും മാറുന്നു? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് വന്ന ഒരു ഗ്രൂപ്പ്സ് ആണ്. ഇവരുടെ നിയന്ത്രണത്തിൽ ധാരാളം എന്തുണ്ടായിരുന്നു? വലിയ ഫലപ്രദേശങ്ങൾ അല്ലെങ്കിൽ വലിയതായിട്ട് ഭൂപ്രദേശങ്ങൾ ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ 4 ഡൈനാസ്റ്റീസ് അതിൽ ഒന്നായിട്ടുണ്ട് യാദവാസ്. ഓക്കെ, യാദവാസ് എന്ന് പറയുമ്പോൾ 9th സെഞ്ചുറിയിലാണ് വന്നത്. അവർ എങ്ങനെയാണ്? രാഷ്ട്രകൂടരുടെയും ചാലൂക്യരുടെയും പിന്മുറക്കാരായിട്ടാണ് വന്നത്. ചാലൂക്യ ഡൈനാസ്റ്റി ഒക്കെ പഠിക്കാനായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ച കാര്യങ്ങളുമാണ്. അപ്പൊ അതിൽ വന്നതാണ്. അവരുടെ നിയന്ത്രണത്തിൽ എന്തുണ്ട്? ഒരു വലിയ പ്രദേശം തന്നെ ഉണ്ടായിരുന്നു. ഇനി കാകതീയർ എന്ന് എന്താണ്? കല്യാണിയിലെ ചാലൂക്യരുടെ സമിതി. കല്യാണി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരു നൈമാണ്, ഒരു സ്ഥലപ്പേരാണ്. അപ്പൊ കല്യാണിയിലെ ചാലൂക്യരുടെ എന്താണ്? പിന്തുടർച്ചക്കാരായിരുന്നു കാകതീയർ എന്ന് പറഞ്ഞാൽ. കാകതീയ രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? കാകതീയ രുദ്രദേവനാണ്. ഫൗണ്ടർ ആരായിരുന്നു? നമ്മുടെ കാകതീയ രുദ്രദേവനാണ്. പ്രതാപരുദ്രൻ ഒന്നാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 12th സെഞ്ചുറിയിൽ 2ാം പകുതിയിൽ എന്ത് ചെയ്തു? ചാലൂക്യ ഭരണ തൈലബ മൂന്നാമനെ കീഴടക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തു? വിജയിച്ചു. അപ്പോ നമ്മൾ ആരെയാണ് തോൽപ്പിച്ചിട്ട് അദ്ദേഹം വന്നത്, കീഴടക്കിയിട്ട് വന്നത്? തൈലബ എന്ന് പറയുന്ന ഒരു എന്താണ് കിങ്ങിനെ എന്താണ് തോൽപ്പിച്ചിട്ടാണ് ആരെത്തിയത്? കാകതീയ രുദ്രദേവൻ വന്നത്. ഇനി പ്രതാപരുദ്രൻ എന്താണ് രണ്ടാമനായിരുന്നു. മറ്റു ഭരണാധികാരി ഗോദാവരി, അതുപോലെ തന്നെ കാഞ്ചി, കർണൂൽ, കടപ്പ എന്നീ ജില്ലകൾ വരെ ആന്ധ്രാപ്രദേശിന്റെ ഭൂരിഭാഗം ജില്ലകൾ അവർ എന്ത് ചെയ്തു? വ്യാപിച്ചു. 1322 ഉലിഖ് ഖാൻ തെലങ്കാന മുതൽ കീഴടക്കി കാകതീയ ഭരണത്തിന്റെ വിധി നിർണയിച്ചു. അപ്പൊ കാകതീയ ഭരണം ഭയങ്കരമായിട്ട് കയറി നിന്നത് ആരാണ്? ഉലുഗ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം തെലങ്കാന മുതൽ എന്ത് ചെയ്തു? കീഴടക്കി കാകതീയ ഭരണത്തിന്റെ വിധി നിർണയിച്ചു. അപ്പൊ കാകതീയ ഡയനാസ്റ്റി നമ്മൾ നോക്കി. അതുപോലെ തന്നെ യാദവ ഡയനാസ്റ്റിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇതിനകത്തുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഒന്നും ഞാൻ പറയത്തില്ല, പക്ഷെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തത് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഇനി പാണ്ഡ്യരും ഹൊയ്സാലരും നോക്കാം. ആദ്യം ഹൊയ്സാല നമുക്ക് നോക്കാം. ഇന്നത്തെ കർണാടക അറിയാലോ. കർണാടകയുടെ ചില ഭാഗങ്ങളും തമിഴ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഹൊയ്സാലർ ഭരിച്ചു. അപ്പൊ ഹൊയ്സാലർ എവിടെ ഭരിച്ചു? കർണാടകയുടെയും അതുപോലെ തന്നെ ചില ഭാഗങ്ങളും തമിഴ് ഭാഗത്തിന്റെ ചില ഭാഗങ്ങളും ഭരിച്ച വ്യക്തികളായിരുന്നു ആര്? ഹൊയ്സാലർ. രാജ്യത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരിയായിരുന്നു ബെല്ലാല രണ്ടാമൻ. രാജ്യത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരിയായിരുന്നു ആര്? ബെല്ലാല രണ്ടാമനായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ അവസാനത്തോടെ രാജ്യം സ്വതന്ത്ര പദവി നേടി. അപ്പൊ 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രാജ്യം എന്ത് ചെയ്തു? സ്വതന്ത്ര പദവി നേടി. പക്ഷേ 14th സെഞ്ചുറിയില് തുടക്കത്തിൽ തന്നെ അതിന്റെ അന്ത്യം സംഭവിച്ചു. അപ്പൊ ഹൊയ്സാല എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയുടെ ചില ഭാഗങ്ങളും തമിഴ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഹൊയ്സാലർ ഭരിച്ചു. രാജ്യത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരിയായിരുന്നു ആര്? ബെല്ലാല രണ്ടാമനായിരുന്നു. പിന്നെ ബെല്ലാല മൂന്നാമനൊക്കെ എന്ത് ചെയ്തു? ഇതിന്റെ ഭരണത്തിൽ വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. പാണ്ഡ്യന്മാർ അറിയാലോ. ആധുനിക തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ഇന്നത്തെ കേരളത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും ഏത് രാജ്യത്തിന്റെ കീഴിലായിരുന്നു? പാണ്ഡ്യ രാജവംശത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ആധുനിക തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ഇന്നത്തെ കേരളത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും എവിടെയാണ് ഉൾപ്പെട്ടിരുന്നത്? പാണ്ഡ്യ രാജവംശത്തിലാണ് ഉൾപ്പെട്ടിരുന്നത്. 13ാം നൂറ്റാണ്ടിന്റെ ഈ രാജ്യം സ്വതന്ത്ര പദവി ആസ്വദിച്ചു. ആദ്യത്തെ സ്വതന്ത്ര രാജാവ് എന്ന് പറയുന്നത് ആരാണ്? മാരവരമൻ. സുന്ദരപാണ്ഡ്യ ആയിരുന്നു. അപ്പം മാരവരമൻ എന്ന് പറയുന്നത് സുന്ദരപാണ്ഡ്യ ആയിരുന്നു ആദ്യത്തെ
രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിക്കും. നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക. 4 ഡൈനാസ്റ്റീസ് ആരൊക്കെയായിരുന്നു? കാകതീയ, യാദവ, അതുപോലെ തന്നെ ഹൊയ്സാല, പാണ്ഡ്യാസ്. നമുക്ക് ഇനി തൊട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കാനായിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്കോണമി. എന്തൊക്കെയായിരുന്നു ഇവരുടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയെന്ന് നമുക്ക് നോക്കാം. രാജവാഴ്ചയായിരുന്നു, അത് റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ പോലെ എന്താണ്, കിങ്ങിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് പോയത്? രാജാവ് വാഴ്ചയായിരുന്നത്, കിങ് ആയിരുന്നു. ഡെക്കാൻ മേഖലയിൽ യാദവരും കാക്കതീയരും എന്ന് വിളിക്കപ്പെടുന്ന വിജയനഗര സൈനിക മേധാവികളിൽ നിന്നാണ് പ്രവിശ്യ തലവന്മാരെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഡെക്കാൻ മേഖലയിൽ എവിടെ നിന്നാണ്? വിജയനഗര സൈനിക മേധാവികളിൽ നിന്നാണ് ആരെ തെരഞ്ഞെടുത്തത്? ഒരു പ്രവിശ്യ, ഒരു പ്രൊവിൻസിന്റെ ഹെഡിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു? ഈ ഒരു പ്രദേശത്ത് നിന്നായിരുന്നു. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഫ്യൂഡൽ മേധാവികളെ നിയന്ത്രിച്ചു, കൺട്രോൾ ഫ്യൂഡലിസം അല്ലെ. ഫ്യൂഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് പ്രദേശങ്ങളും കൈയടക്കി വെച്ചിട്ട് അതിലെ ടാക്സ്, നികുതി പിരിക്കുന്ന ആൾക്കാരെയാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ എന്ത് ചെയ്തു? നമ്മള് നിയന്ത്രിക്കേണ്ടായി. ഭൂമി വരുമാനമൊക്കെ ശേഖരിച്ചു. ക്രമസമാധാനം, രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്തു പോയി. ഒരു സ്രോതസ് അനുസരിച്ച് രാജാവ് ചെറിയ ഗ്രാമങ്ങൾ മാത്രമോ നായകർക്കോ സമ്പന്നന്മാർക്കോ നൽകിയിരുന്നുള്ളൂ. വിജയനഗരത്തിന്റെ കീഴിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നായങ്കര സമ്പ്രദായം ഉണ്ട്. അപ്പൊ നായങ്കര സമ്പ്രദായം എന്ന് പറയുമ്പോൾ തുടച്ച് നമുക്ക് പറഞ്ഞു തരാം എന്താണ് നായങ്കര സിസ്റ്റം എന്ന്. ഇപ്പൊ നോക്കി, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? രാജവാഴ്ചയായിരുന്നു. പിന്നെ എന്താണ്? ഡെക്കാൻ മേഖലയിൽ ആരാണ്? യാദവരും കാകതീയരും എന്ന് വിളിക്കുന്ന നായകർ എന്ന് വിളിക്കുന്നവരാണ് സൈന്യത്തിന്റെ തലവന്മാരായിട്ടും പ്രവിശ്യ തലവന്മാരെ തിരഞ്ഞെടുത്തത്. ഫ്യൂഡൽ മേധാവികളെ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. ഭൂമി വരുമാനം ശേഖരിച്ചു. ക്രമസമാധാനം എന്ത് ചെയ്തു? പാലിച്ചു. ഒരു സ്രോതസ് അനുസരിച്ച് രാജാവ് ചെറിയ ഗ്രാമങ്ങൾ മാത്രമോ നായകർക്കോ സമ്പന്നന്മാർക്കോ നൽകിയിരുന്നുള്ളൂ. വിജയനഗരത്തിന്റെ കീഴിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നായകര സമ്പ്രദായം ഈ സമയത്താണ് നിലവിൽ വന്നത്. അപ്പൊ നായകര സമ്പ്രദായം അല്ലെങ്കിൽ എന്താണ്? ഒരു സിസ്റ്റമാണ്. അയ്യഗാർ സിസ്റ്റം, നായകർ സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്താണ് നായകർ സിസ്റ്റം എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭൂമിയും ഭരണാധികാരികളുടെ ഉടമയായിരുന്നു. മനസ്സിലായോ? എല്ലാ ഭൂമിയും ഭരണാധികാരികളുടെ ഉടമസ്ഥയിലായിരുന്ന സിസ്റ്റത്തെയാണ് നായകര സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഭൂമിയും ഭരണാധികാരികളുടെ ഉടമസ്ഥയിലായിരുന്ന സിസ്റ്റത്തെ എന്തെന്ന് വിളിച്ചോ? നായകര സിസ്റ്റം എന്ന് പറയുന്നു. ഭൂപ്രഭുക്കന്മാർ ആഡംബരത്തോടെ ജീവിക്കുകയും ഭൂമി എന്ത് ചെയ്തു? വിതരണം നടത്തുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഭൂമിയും ഭൂപ്രഭുക്കന്മാരുടെ കൈകൾ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കീഴിലായിരുന്നു അല്ലെ. ലാൻഡും ആളുടെ കീഴിലായിരുന്നു. ഈ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. അപ്പോ ഇവർക്ക് ഒരു പ്രാധാന്യമില്ല. ആ ഭൂമി അവിടെ നിന്ന് എന്ത് ചെയ്തു? വിതരണം നടത്തി. ആ സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്? നായങ്കരം സിസ്റ്റം എന്ന് വിളിക്കുന്നത്. രാജാവിനെ സഹായിക്കാൻ നിരവധി മന്ത്രിമാരുണ്ടായിരുന്നു. നിരവധി മന്ത്രിമാരുണ്ടായിരുന്നു. ഭരണത്തിന്റെ ഏറ്റവും ചെറിയ ബേസിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ഗ്രാമമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഭരണത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമമായിരുന്നു. ഒരു തലവന്റെ ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് ക്രമീകരിച്ചു. ബ്രഹ്മദേയ സമ്പ്രദായം, മനസ്സിലായോ? ബ്രഹ്മദേയ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? ഭൂമി ആർക്ക് കൊടുക്കാം? ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന സിസ്റ്റം. ഇതവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഒന്നും ഇവിടെ നമുക്ക് നോക്കാം. എന്താണ്? രാജവാഴ്ചയായിരുന്നു, സൈനികരുണ്ടായിരുന്നു സഹായിക്കാനായിട്ട്, ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നിയന്ത്രിച്ചു, ക്രമസമാധാനം എന്ത് ചെയ്തു? നിലനിർത്തി, ക്രമസമാധാനം കൊണ്ടുവന്നു. നായങ്കര സമ്പ്രദായം എന്ത് ചെയ്തു? ഈ സമയത്താണ് നിലവിൽ വന്നത്. നായങ്കര സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ലാൻഡ് ഉണ്ട്, ഒരുപാട് ഭൂപ്രദേശങ്ങളുണ്ട്. ഇതെല്ലാം അവിടെ എന്ത് ചെയ്തു? ഭരണാധികാരിയുടെ ഉടമസ്ഥയിലായിരുന്നു. ആഡംബരപരമായി ജീവിക്കുകയും ചെയ്തു. എന്താണ് ഇക്കോണമി? സംസ്ഥാന വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് കാർഷിക മേഖലകളുടെ മേലുള്ള നികുതിയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ എക്കോണമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രാജാക്കന്മാർക്ക് വരുമാനം കിട്ടിയിരുന്നത് ഭരണത്തില്? അത് ആരുടെ കൈകളിലുള്ള? ജനങ്ങളുടെ കൈകളിൽ നിന്ന് എന്ത് പിരിച്ചെടുത്തിരുന്നു? നികുതി പിരിച്ചെടുത്തിരുന്നു. നികുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ടാക്സ് കളക്ട് ചെയ്ത് പോയിരുന്നു. ജലസേചന സൗകര്യങ്ങൾ, അണക്കെട്ടുകൾ ഒക്കെ നിർമ്മിച്ചു. അപ്പോ ഒരു കൺസ്ട്രക്റ്റഡ് എന്താണ്? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്തും ചെയ്തിരുന്നു? ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസേചന സൗകര്യങ്ങൾ അവർ എന്ത് ചെയ്തു? ഏർപ്പാടാക്കി. ഭൂമി വരുമാന ആവശ്യകതയുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ വരുമാനത്തിന്റെ ആ ഒരു എഴുത്തോ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും എളുപ്പമായിട്ട് കിട്ടിയിട്ടില്ല. ദൗലത്താബാദിൽ സുൽത്താൻ നിയന്ത്രണം സ്ഥാപിതമായത് ഭൂവരുമാന വ്യവസ്ഥ നിരവധി പുതിയ രീതികൾ വന്നു. ധാരാളം പുതിയ രീതികൾ എന്ത് ചെയ്തു? വന്നു. മേച്ചിൽപ്പുറങ്ങൾ, വനങ്ങൾ, ഖനികൾ എന്നിവയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും അവയിൽ നിന്ന് നികുതി ഈടാക്കുകയും ചെയ്തു. അപ്പൊ മേച്ചിൽപ്പുറങ്ങൾ ഗ്രാസ് ലാൻഡ് ആണ് അല്ലെ, അത് ഒരു തുറസായ ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ ഖനികള്, ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും അവയിൽ നിന്നെല്ലാം നികുതികൾ എന്ത് ചെയ്തു?
ഈടാക്കുകയും ചെയ്തു. കസ്റ്റംസ് ചരക്ക് നികുതി അറിയാലോ, കസ്റ്റംസ് ചരക്ക് നികുതിയും എന്ത് ചെയ്തു, നിലനിന്നിരുന്നു. പിന്നെ അവിടെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. മാർക്കോ പോളോ പറയുന്നു, പാണ്ഡ്യരാജ്യം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. പാണ്ഡ്യരാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന മുക്കുവ അല്ലെങ്കിൽ മുക്കുവ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. അതാണ് പറയുന്നത് പാണ്ഡ്യരാജ്യം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണെന്ന് പറയുന്നു. ഓക്കെ, തെക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികളുടെ കൂട്ടമായിരുന്നു ചെട്ടികൾ. ചെട്ടികൾ നമുക്കറിയാലോ, തെക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട വ്യാപാരം ചെയ്യുന്നവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ചെട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ അവരുടെ എക്കോണമി എങ്ങനെയായിരുന്നു, സംസ്ഥാന വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളെ കാർഷികോൽപ്പന്ന നികുതിയായിരുന്നു, ഇവിടെ എന്തായിരുന്നു, ടാക്സ് ആയിരുന്നു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ജലസേചന സൗകര്യങ്ങള്, അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചു. ഭൂമി വരുമാന ആവശ്യകതയുടെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, കാരണം കണക്കുകൾ കാര്യങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, ഭൂവരുമാന വ്യവസ്ഥയിൽ നിരവധി പുതിയ രീതികൾ നിലവിൽ വന്നു. കസ്റ്റംസ് നികുതി ഉണ്ടായിരുന്നു. മേച്ചിൽപ്പുറങ്ങൾ, ഹനികൾ, അതുപോലെ തന്നെ വനങ്ങൾ ഒക്കെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും ചെയ്തു. പിന്നെ മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്നത് എന്താണ്, പാണ്ഡ്യരാജ്യം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, മത്സ്യബന്ധനത്തിന് പേര് കേട്ടതായിരുന്നു. അതാണ് പാണ്ഡ്യരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ മാർക്കോ പോളോ പറയുന്നു എന്താണ്, പാണ്ഡ്യരാജ്യം എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് പേര് കേട്ടതായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നുണ്ട് തെക്കൻ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികളുടെ കൂട്ടമായിരുന്നു ചെട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ തെക്കൻ മേഖലയിലെ എന്താണ്, വ്യാപാരികളുടെ ഒരു കൂട്ടത്തെ എന്ത് വിളിക്കുന്നു, ചെട്ടികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പാഠഭാഗത്തില് ജസ്റ്റ് എന്താണ് എക്കോണമിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ അവിടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ നികുതി തന്നെയായിരുന്നു അല്ലെ, എല്ലായിടത്തും ഉള്ളതുപോലെ നികുതി തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ 1 or 2 പ്രാവശ്യം വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ഒരുങ്ങുക. ചാടി പിടിച്ച് എക്സാം പേപ്പറിൽ എഴുതി വയ്ക്കരുത്. ഒരു നല്ല രീതിയിൽ തന്നെ ഒരു അവലോകനം നടത്തുക ക്വസ്റ്റ്യനെ കുറിച്ച്. ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അല്ലാതെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് എപ്പോഴും കയ്യിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യന് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നല്ല വൃത്തിക്ക് വായിക്കുക. എന്നിട്ട് ഞാൻ എവിടെയാണ് അത് പഠിച്ചതെന്ന് ഓർത്തു നോക്കുക. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യാനുള്ളത്, എക്സാം പേപ്പറിലോട്ട് പകർത്താനായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബാമിനി കിങ്ഡം എന്താണ് ബാമിനി സാമ്രാജ്യം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ ഭരിച്ച ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശം ഭരിച്ചിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത്, ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. സുൽത്താൻ ഫ്യൂഡൽ ഭരണരീതിയാണ്, ഇവർ എന്താണ് ഫ്യൂഡലിസം ആണ് എന്ത് ചെയ്തത്, പിന്തുടർന്നത്. ഫ്യൂഡലിസം ആണ് ഇവർ എന്ത് ചെയ്തത്, പിന്തുടർന്ന് വന്നത്. പിന്നെ തരാഫുകൾ, രാജ്യം പല പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. രാജ്യം എങ്ങനെയാണ്, പല പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവായിരുന്നു ഭരണത്തിലെ പ്രമുഖ. എല്ലായിടത്തുള്ളതുപോലെ കിങ്ങിനാണ് എന്ത് കൊടുത്തത്, പ്രാധാന്യം കൊടുത്തത്. ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്, കിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തത്. വക്കീൽ, വസീർ, ബക്ഷി, ഗാസി എന്നിവർ ഭരണം നടത്തി. കൂടാതെ ദാബിർ, മുഫ്തി, കൊട്വാൾ എന്നിവരും ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, രാജാവിനെ സഹായിക്കാനായിട്ട് മറ്റു വിഭാഗക്കാരും ഉണ്ട്. ബാമിനി സാമ്രാജ്യമാണ് പഠിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബാമിനി സാമ്രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ്, തെക്കേ ഇന്ത്യയിലെ ഒരു മുസ്ലിം ഭരണ സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണ സാമ്രാജ്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ സുൽത്താൻ ഫ്യൂഡൽ ഭരണ രീതിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. സുൽത്താൻ ഫ്യൂഡൽ സമ്പ്രദായമാണ് ഇവിടെ നിലനിന്നിരുന്നത്. തരാഫുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, പല പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവായിരുന്നു ഭരണത്തിലെ പ്രമുഖൻ. വക്കീൽ, വസീർ, ബക്ഷി, ഗാസി എന്നിവർ ഭരണം നടത്തി. കൂടാതെ ദാബിർ, മുഫ്തി, കൊട്വാൾ എന്നിവർ ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ വികസിപ്പിച്ചപ്പോൾ മഹ്മൂദ് ഗവാൻ സാമ്രാജ്യത്തെ 8 പ്രവിശ്യകളായി വിഭജിച്ചു. അപ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ എന്ത് ചെയ്തു, വികസിപ്പിച്ചപ്പോൾ മഹ്മൂദ് ഗവാൻ എന്ത് ചെയ്തു, സാമ്രാജ്യത്തെ 8 പ്രവിശ്യകളായി വിഭജിച്ചു. സാമ്രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ സുൽത്താന്റെ നേരിട്ടിട്ടുള്ള നിയന്ത്രണത്തിൽ ആയി. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ പഠിക്കാനായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇപ്പൊ സുൽത്താൻ ഫ്യൂഡൽ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. തരാഫുകളായിരുന്നു. രാജ്യം പല പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവായിരുന്നു പ്രമുഖൻ. ഭരണത്തിലെ വ്യക്തി ആരായിരുന്നു? രാജാവായിരുന്നു പ്രമുഖൻ എന്ന് പറയുന്നത്. വക്കീൽ, വസീർ, ബക്ഷി, ഗാസി എന്നിവർ ഭരണം നടത്തി. കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു? ദാബിർ, മുഫ്തി, കൊട്വാൾ എന്നിവർ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം ബാമിനി കിങ്ഡം ആണ് അല്ലെ, ബാമിനി കിങ്ഡം പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു?
നമ്മുടെ ഡെക്കാൻ കിങ്ഡം, പീഠഭൂമിയല്ല ഡെക്കാൻ കിങ്ഡം പഠിച്ചു. അതിലുണ്ടായിരുന്ന 4 രാജവംശങ്ങൾ നമ്മൾ നോക്കി. ആ 4 രാജവംശങ്ങളുടെ പ്രത്യേകത നോക്കി. അതിനു പുറമെ എന്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കി, അവരുടെ ഇക്കോണമി നോക്കി, നായങ്കര സിസ്റ്റം നോക്കി. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഒരു ഇച്ചിരി വലിയ പാഠമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അത് പഠിക്കുക, നല്ലപോലെ വായിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വായിച്ചു നോക്കുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് വായിച്ചു നോക്കുക, ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാണുക. ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാണുക എന്നും പറയുന്നത് പോലെ തന്നെ അതിന്റെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. എഴുതി വച്ചതിന് ശേഷം ടെക്സ്റ്റ് കൂടെ വായിക്കുമ്പോൾ പാഠം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു നമ്മുടെ എന്താണ് ഈ ഒരു പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറോടെ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ നോക്കിയത്, ഡെക്കാൻ കിങ്ഡം ആണ്. ഡെക്കാൻ കിങ്ഡം എവിടെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിലെ 4 ഡയനാസ്റ്റീസ് ഏതൊക്കെയാണ്? കാകതയർ, യാദവർ, ഹൊയ്സാല, പാണ്ഡ്യ. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചു, ഇക്കോണമി പഠിച്ചു, പിന്നെ രാജവാഴ്ചയാണ് നമ്മൾ നോക്കി. നായങ്കര സിസ്റ്റം, എന്താണ് നായങ്കര സിസ്റ്റം? എല്ലാ ഭൂമിയും ഭരണാധികാരികളുടെ ഉടമസ്ഥയിലായിരുന്നു, ഭൂപ്രഭുക്കന്മാരായിരുന്നു, ആഡംബര രീതികൾ എന്ത് ചെയ്തു, നയിച്ചിരുന്നു അല്ലെ. ഭൂമിയെല്ലാം എന്ത് ചെയ്തു, വിതരണം നടത്തി. രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാൻ ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു. ഭരണത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രാമമായിരുന്നു. ഒരു തലവന്റെ ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു, ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എക്കോണമി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? നികുതി തന്നെയായിരുന്നു അല്ലെ. ടാക്സ് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു നികുതി വരുമാന മാർഗം എന്ന് പറയുന്നത്. ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അണക്കെട്ടുകൾ നിർമ്മിച്ചു, പിന്നെ എന്താണ് ധാരാളം കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. മേച്ചിൽപ്പുറങ്ങൾ, വനങ്ങൾ, ഇവയ്ക്കൊക്കെ എന്ത് ചെയ്തു, ടാക്സ് ഈടാക്കുകയും ചെയ്തു. കസ്റ്റംസ് ചരക്ക് നികുതി ഉണ്ടായിരുന്നു. പിന്നെ മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്നുണ്ട്, എന്തെന്നാണ് അഭിപ്രായപ്പെട്ടത്? മത്സ്യബന്ധനത്തിന് പേര് കേട്ട സ്ഥലമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ തെക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികളുടെ കൂട്ടമായിരുന്നു ചെട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇനി മതി, ഇനി പഠിച്ച് അന്നുള്ളത് ഒരു 5 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. 5 ക്വസ്റ്റ്യനിൽ ഒരു ദിവസം ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഈ ഒരു ഇഗ്നോ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പം വേറൊന്നും പറയാനായിട്ടില്ല. എന്നത്തെ പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പരിചയപ്പെടുത്തി കൊടുക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരു മടിയും കാണിക്കേണ്ട. പഠിക്കാനുള്ളത് അന്ന് തന്നെ പഠിച്ചു പോകുക. എല്ലാവർക്കും പഠിക്കാനായിട്ട് സാധിക്കട്ടെ. പുതിയൊരു വീഡിയോ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.